അത് പറഞ്ഞാ പറ്റില്ല. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് അയച്ചേ പറ്റുള്ളൂ. നിങ്ങളെയൊക്കെ ഞാൻ ഇതിനെന്തിനാ നിർത്തിയിരിക്കുന്നത്? അതെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. അതുകൊണ്ട് എനിക്കതറിയണ്ട. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് പോകണം. അതിന് നീ സാധനം എത്തിച്ചേ പറ്റുള്ളൂ. നീ കഞ്ഞാ പറയാതെ വൈ. എക്സ്ക്യൂസ് മീ. അതെ, ഹായ് സർ. അല്ല, ഹായ്. എനിക്ക് സാർ ആരാന്ന് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല, താങ്കളെ കണ്ടിട്ട് മനസ്സിലായില്ല. അല്ല, ഒരു ബിസിനസ് തൈക്കൂണിനെ കണ്ട് താങ്കൾക്ക് മനസ്സിലായില്ല? ബിസിനസ് തൈക്കൂണോ? തൈക്കൂൺ, അതെ അതെ സാറോ? അതെ. സോറി, ചിരിക്കുന്നല്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്ക് നല്ല ജാടയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ അറിയപ്പെടുന്ന ഒരു സ്ക്രാപ്പ് മെർച്ചന്റ് ആണ്. എന്താണ് സ്ക്രാപ്പ് മെർച്ചന്റ്? ഞാൻ ഉദ്ദേശിക്കുന്ന സ്ക്രാപ്പ് എന്ന് പറയുന്നത് തന്നെയാണോ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞ് ചുരുക്കല്ലേ. ഞങ്ങളുടെ സംഘടനയ്ക്ക് വന്ന് വലിയ വിഷയവും കേട്ടോ, സ്ക്രാപ്പ് മെർച്ചന്റ്. എനിക്ക് എവിടെ നല്ല കണ്ടുവരുന്നുണ്ട്. ചേട്ടൻ വീട് എവിടെയെന്നാ പറഞ്ഞ? എന്റെ വീട് ചങ്ങനാശ്ശേരി. അപ്പൊ ചേട്ടൻ എന്നെ കണ്ടു കാണില്ല. എന്റെ ശബ്ദം ചിലപ്പോൾ ചേട്ടൻ കേട്ട് കാണും. ശബ്ദവും കേട്ട് കാണും. പഴയ പാട്ട കുപ്പിയാക്രി ഇരുമ്പ് ന്യൂസ് പേപ്പർ എടുക്കാനുണ്ടോ? സുമേഷ്. വെൽക്കം സുമേഷ്. ആക്രി സുമേഷ്. അല്ല, സോറി, സുമേഷ്. സ്ക്രാപ്പ് മെർച്ചന്റ് സുമേഷ്. അല്ല, ഇവിടെ വന്ന എന്താ? അതായത് സംഭവം എന്ന് പറഞ്ഞാൽ പഴയ എന്ത് സാധനവും ഞങ്ങൾ എടുക്കും. ഓക്കെ. അതായത് ചീഞ്ഞ പഴകിയ കോമഡികൾ, പഴയ സ്കിറ്റുകൾ, ക്യാരക്ടർ എൻട്രി, ജഡ്ജസ്. എത്ര കിലോ ഉണ്ട്? ഞാൻ 65. വന്നാ കോയമ്പത്തൂരിലെ ട്രിപ്പൊക്കെ അടിച്ചിട്ട് വരാം. അവിടെ 2 ലോഡ് പോകുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ ആ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ഇന്നലെ മറിച്ചു കൊടുത്തു അല്ലേ? ഇപ്പൊ എല്ലാം ഫ്രഷേ ഉള്ളൂ, പഴയതൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുപ്പിയും പാട്ടയൊക്കെ പറക്കി നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നു. ഇപ്പൊ ഈ ബോട്ടിലാട്ടെന്നും പറഞ്ഞ് പുതിയൊരു സംഭവം കടന്നു. എവിടെയെങ്കിലും ഒരു കുപ്പി കിടന്ന് അപ്പോഴേ പെമ്പിള്ളേരെടുത്തു. ഞാൻ ചവറിച്ചെന്ന് ഒരു 3 ബിയർ കുപ്പി എടുക്കാൻ നോക്കിയപ്പോ ഒരു പെണ്ണ് വന്ന് അതിൽ പിടിച്ചു. അവളുമായിട്ട് 3 റൗണ്ട് അടി ഞാൻ നടത്തി. 4ാമത്തെ റൗണ്ടിലാണ് എനിക്ക് മനസ്സിലായത് അവള് കൈരളിയാണ്, കളരിയാണെന്ന്. അപ്പോഴേ ഞാൻ വീട്ടിൽ പോയി. അതുകൊണ്ട് അപ്പാരിപാടി നടക്കില്ല. നമ്മൾ ലണ്ടനിലൊക്കെ കണ്ടുപിടിക്കണം. ലണ്ടനിലൊക്കെ ഈ പാഴ് വസ്തുക്കളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നു. നമ്മുടെ നാട്ടിലെ അവസ്ഥയെ ഇല്ലാത്ത പൈസക്ക് ഇന്ധനം അടിച്ചിട്ട് ഈ പാഴ് വസ്തുക്കൾ കളയാൻ നടക്കുന്നു. ഇന്ന് തന്നെ രാവിലെ ഇറങ്ങി ഒരു വക നടന്നില്ല, ഒറ്റ വക നടന്ന. ആകെ കിട്ടിയത് ഈ ഒരു റേഡിയോയോ അതിന് അവർ 50 രൂപ മേടിക്കുകയും ചെയ്ത്. മുതലാവത്തില്ല, പക്ഷെ 60 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ നടന്നു. മോനെ, ഇങ്ങോട്ട് നോക്കി. ഞാൻ കേറി വന്നപ്പോ തന്നെ ഒരു പച്ച പെയിന്റ് അടിച്ച് വീട് കണ്ടായിരുന്നു. അവിടെ ചെറിയ പട്ടിക്കുട്ടി കുറച്ച് കളിച്ചു. അതെന്റെ പട്ടിയാ. അയ്യോ, പട്ടിയെ പരിചയപ്പെടുത്താൻ പട്ടിയെ പരിചയപ്പെടുത്താൻ വന്നതല്ലടാ. പിന്നെ നീ അവിടുന്ന് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു റേഡിയോ മേടിച്ചായിരുന്നു. ആ റേഡിയോ ഇങ്ങോട്ട് തരണം. പരിപാടി. ഞാൻ 50 രൂപ കൊടുത്തു, അവർ 50 രൂപ പറഞ്ഞു. ഞാൻ ആ പൈസ കൊടുത്തു, റേഡിയോ ഞാൻ മേടിച്ചു. ഞാൻ തരണമെന്ന് പറഞ്ഞു. 100 രൂപ ആ റേഡിയോ തന്നെ. ഇല്ല ചേട്ടാ, ഈ ഒരു ആക്രി ചരിത്രത്തിലും തന്ന ഒരു സാധനം ഞങ്ങൾ തിരിച്ചു കൊടുക്കാറില്ല. അത് നമ്മുടെ പാരമ്പര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ആ ചരിത്രം ഞാൻ മാറ്റുകയാണ്. നിനക്ക് എന്റെ ഭാര്യ തന്ന റേഡിയോ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 100 രൂപ നിന്ന് മേടിക്കാൻ പോവുകയാണ്. ചേട്ടാ, റേഡിയോ തരത്തില്ല. റേഡിയോ തരത്തില്ല. നീ ഒന്ന് കാണിച്ചേ, റേഡിയോ ഒന്ന് കാണിക്കാം. ഇവരൊന്ന് കാണട്ടെ. നീ വലിയ കാണിക്കാം. ഇതുപോലൊരു സാധനം ഇന്നത്തെ കാലത്ത് കിട്ടുമോ? സത്യമാട്ടോ. ഇപ്പൊ നോക്കിയ സമയത്തായി നോക്കി 10 മണി. 10 മണിക്ക് നല്ല ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളുണ്ട്. നീ കേട്ടു നോക്ക്. എന്തൊരു മനം. അല്ലല്ല, പറയട്ടെ, ലയിച്ച് ഇതിനകത്തോട്ട് കയറി പോവോ? ഞാൻ ലയിച്ച് അതിനകത്താ കിടക്കുന്നത്. റേഡിയോ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഈ പഴയ പാട്ടൊക്കെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പാട്ടുകൾ കേട്ടിട്ടില്ലേ? ഇലുമിനാറ്റി കേട്ടിട്ടുണ്ടോ? അത് എന്റെ വീട്ടിൽ കൊണ്ട് നിന്റെ അവിടെ കാണിച്ചാൽ മതി. ഇലുമിനാറ്റി അതുപോലെ അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, മാതാപിതാക്കളെ മാപ്പ്. ഇതിന്റെ മുമ്പേ എത്തത്തില്ല ഇത്. അല്ല, ഇതിനൊക്കെ ഏറിപ്പോയ 1 മാസം ആയുസുള്ളൂ. പഴയ പാട്ടുകളുടെ ആയുസ് ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചായിരുന്നു എന്നെ. ഇത് അടുത്ത പാട്ട് കേട്ട് നോക്കാം. പ്രണയിക്കാൻ തോന്നും അല്ലേ? അത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമാണ്. അതൊക്കെ ഉള്ളതായിരിക്കും. ഈ റേഡിയോ തരത്തില്ല. തനിക്ക് വേണേ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കും.
താൻ പോയി കേസ് കൊടുക്കാൻ എന്നോട്. ആ. എന്നാ താൻ പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞ പടത്തിലും ഉണ്ട് ഇതുപോലൊരു പഴയ പാട്ട്. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ജീവനുവിൻ പൂക്കൽ ചൂടിയാടും നിലാവിൽ ചുണ്ട ചുട്ടട ചുട്ടാട്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനം ഞാൻ തരൂല. തരത്തില്ലേ? ഇല്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. അത് അന്നേരം തരൂലെന്ന് പറഞ്ഞല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് 50 രൂപ കൊടുത്ത് മേടിച്ച റേഡിയോ. അതെന്റെ റേഡിയോയാ. ആരെ റേഡിയോ? ഇത് എന്റെ റേഡിയോ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനം എന്റെ അല്ല ചേട്ടാ. അല്ല അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങ് തിരിച്ചു കൊടുക്കും. കാര്യം പുള്ളിക്ക് അതിന്റെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ. അല്ല അത് എങ്ങനെ കൊടുക്കും ചേട്ടാ? ഞാൻ 50 രൂപ പുള്ളിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അത് കൊടുക്ക്. കഷ്ടമല്ലേ ഇത്? സുമേഷ് എന്തായാലും ഇങ്ങനെ ഒരു ആക്രി ഇതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത്. സുമേഷിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആ പുള്ളിക്ക് പാട്ടൊക്കെ കേട്ട് പുള്ളി ഒരു സമാധാനം കാണുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേരെ. കൊടുത്തേരെ. കൊടുത്തേക്ക് പാവല്ലേ. ഒന്നുകൂടെ നോക്ക്. ഏണ്ട ഇരട്ടി പൈസ തരുന്നതാണ്. 50 രൂപയ്ക്ക് മേടിച്ച സാധനം 100 രൂപയ്ക്ക് കിട്ടും. പിന്നെന്താ കുഴപ്പം? അല്ല ഇങ്ങനെ ഒരു കുട്ടി നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോ വീണ്ടും നോക്ക്. എടുത്തിരിക്കണ്ട, കൊടുത്താൽ മതി. കൊടുത്തേരെ, അതങ്ങ് കൊടുത്തേരെ. നല്ലൊരു കയ്യടി. സന്തോഷം. കവറും കൊടുക്കുക. ഓ വിത്ത് കവർ. ഇതെന്റെ ഭാര്യ തന്നാ. അതുകൊണ്ട് ഈ സന്തോഷത്തിലേ ഒരു പാട്ടങ്ങ് വെച്ചിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ. ആഹാ.